ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. നമ്മൾ ഏറെ സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടായ ഒരു കാര്യമാണ് രേണു സുധിയുടെ സ്പ്രേയുമായി ബന്ധപ്പെട്ട കാര്യം. ആ സ്പ്രേയുമായി ബന്ധപ്പെട്ട് ഇന്ന് രേണു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഈ ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ ആണ്. ഞാൻ ഈ രേണുവിൻ്റെ മുൻകാലങ്ങളിലുള്ള വീഡിയോസ് ഒന്നും അധികം ഫോളോ ചെയ്തിട്ടില്ല. പല റിയാക്ഷൻ വീഡിയോകളിലും ഒക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്, നമ്മുടെ യൂട്യൂബിലും മറ്റുമൊക്കെ. കറക്റ്റ് ഏത് ഇൻ്റർവ്യൂ ആണ് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു രേണു സുധി ഈ സ്പ്രേയുടെ കാര്യം പറയുമ്പോൾ അത് എനിക്ക് മാത്രമാണ് അത് പ്രിയപ്പെട്ടത്. നിങ്ങൾക്കത് ഭയങ്കര നാറ്റമായിരിക്കും, നിങ്ങൾക്കതെടുത്ത് അടിക്കാനൊന്നും പറ്റില്ല, നാറ്റമായിരിക്കും, അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതേ തുടർന്ന് വലിയ രീതിയിലുള്ള റിയാക്ഷൻസും കമൻസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ആ സമയത്ത്. ഇപ്പോൾ രേണു സുധിക്ക് സുധിയുടെ സ്പ്രേ വെറും നാറ്റമായി പോയി അല്ലേ എന്ന് പറഞ്ഞിട്ട് രേണു സുധി അത് പറയുന്ന കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് പറഞ്ഞത് എന്നതിനെക്കുറിച്ചും ഇന്ന് ഷാനവാസിൻ്റെ അടുത്തും നമ്മുടെ നൂറയുടെ അടുത്തും സംസാരിക്കുമ്പോൾ രേണു സുധി പറയുന്നുണ്ട്. അതായത് ഇത് ഒരു മനുഷ്യൻ്റെ വേർപ്പാണ്. വേർപ്പ് ചിലപ്പോൾ അയാൾ പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേർപ്പും പെർഫ്യൂമും കൂടെ ചേർന്നിട്ടുള്ള ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് രേണു സുധിക്കാണ് പ്രിയപ്പെട്ടതാവുന്നത്, അത് അവരുടെ ഭർത്താവിൻ്റെതായതുകൊണ്ട്. അത് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ വേറൊരാൾ അതെടുത്ത് നോക്കുന്ന സമയത്ത് അത് അയാൾക്ക് ഉറപ്പായിട്ടും ഒരു ദുർഗന്ധമായിട്ടോ ഒരു ബാഡ് സ്മെല്ലായിട്ടോ തോന്നുള്ളൂ. അയാൾക്ക് ഒരിക്കലും അത് രേണുവിന് തോന്നുന്നത് പോലെ പ്രിയപ്പെട്ട ഒന്നായി തോന്നില്ല. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് എന്നും ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം അല്ല. ആളുകൾക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണയാണത്. ഈ ഒരു മനുഷ്യൻ്റെ വേർപ്പ് അതിനെ നമ്മൾ പെർഫ്യൂം ആക്കുകയാണെങ്കിൽ, വേർപ്പിൻ്റെ സ്മെല്ല് പെർഫ്യൂം ആക്കുകയാണെങ്കിൽ നമുക്കത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ പോലെ പെർഫ്യൂംസ് പോലെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു വേർപ്പല്ലേ, വേർപ്പിൻ്റെ മണമല്ലേ. അപ്പോൾ അതിന് ആ വേർപ്പിൻ്റെ മണമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വേർപ്പിലെ ആ ഒരു ദുർഗന്ധം അല്ലെങ്കിൽ വേർപ്പുണ്ടാക്കുന്ന ഒരു ബാഡ് സ്മെല്ല് മാറ്റുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രേണു സുധിക്ക് അവരുടെ ഭർത്താവിൻ്റെ ഒരു ഷർട്ടിൽ നിന്നോ മറ്റോ അതിൻ്റെ ഒരു സ്മെല്ല് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ സമ്മാനിച്ച ഒരു സാധനമാണ്. അത് രേണു എടുത്ത് നോക്കുമ്പോൾ അവർക്കതൊരു നല്ല സ്മെല്ലായി തോന്നാം. മറ്റൊരാൾക്കത് എപ്പോഴും ഒരു ബാഡ് സ്മെല്ലായിട്ട് മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയൂ. ഈ കാര്യമാണ് താൻ അന്ന് അവിടെ പറഞ്ഞതെന്നും അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ നാറ്റം എന്ന് പറയുന്ന ഒരു വാക്ക് താൻ ഉപയോഗിച്ചതാണ് അതിന് കാരണമായത് എന്നും ഇന്ന് രേണു ലൈവിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധിവരെ രേണു പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്ന് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കരുതലോടെ ഉപയോഗിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പറഞ്ഞ് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ വിമർശിക്കുകയും ചെയ്യും. ആ വിമർശനങ്ങളും ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പണി പാളിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കാതെ അതിൽ നിന്ന് സ്കൂട്ടാവുക, അതേ വഴിയുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. അതിൽ നമ്മൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു 100 പേര് കാണുമ്പോൾ 90% പേര്, മെജോറിറ്റി നമ്മുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും 10 പേര് നമ്മളെ എതിർത്താൽ പോലും അത് പ്രകടമായി കാണും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർ സൈലൻ്റ് ആയിട്ടായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കമൻസ് ഇട്ടും ലൈക്സ് ഇട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവർ കേട്ടിട്ട് അങ്ങ് പോകും. എതിർക്കുന്നവരാണ് കൂടുതലും അഭിപ്രായങ്ങൾ എഴുതുന്നത്, അവർക്കാണത് എഴുതാനുള്ളൊരു വികാരം കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ രേണു കേൾക്കേണ്ടി വരുന്നത്. ശ്രദ്ധയില്ലാതെ വന്ന് പറയുന്ന കാര്യങ്ങൾ, ആവശ്യമില്ലാതെ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇതൊക്കെയാണ് രേണുവിന് നെഗറ്റീവായി മാറിയിട്ടുള്ളത്. പക്ഷേ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഒരു റീൽസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മക്കളെ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലേ പറ്റൂ. ഞാൻ തിരഞ്ഞെടുത്തത് ഈ ഒരു മേഖലയാണ്, നാടകവുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഭിനയ മേഖലയിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിന് റീച്ചിന് വേണ്ടിയിട്ടാണ് പല റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്തത്. ഈ വിമർശിക്കുന്ന ആൾക്കാരും ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എന്നാരും അന്വേഷിക്കാറില്ലല്ലോ. അവർക്ക് വന്നിരുന്നങ്ങ് വിമർശിച്ചാൽ പോരെ. ആരും വന്ന് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വേണോ, ഓണത്തിന് മക്കളെ നീ വല്ലതും കഴിച്ചോ, നിനക്ക് എന്തെങ്കിലും വേണോ എന്നൊന്നും ആരും ചോദിക്കാറില്ല. അപ്പോൾ എൻ്റെ പിള്ളേരെ കാര്യം നോക്കുന്നത് ഞാനാണ്. അത് എന്ത് ജോലി ചെയ്തിട്ടാലും ഞാൻ നോക്കും. നാട്ടുകാർക്ക് അതിന് എന്താണ് കുഴപ്പം, ഈ വിമർശിക്കുന്നവർക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് രേണുവിൻ്റെ ഒരു പോയിന്റ്. അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ ശരിയായിരിക്കാം. അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് പക്ഷേ അവരെ വിമർശിക്കാനും തീർച്ചയായിട്ടും ധാർമ്മികമായ അവകാശമുണ്ട്. ഇപ്പോൾ രേണുവിന് വീട് വെച്ച് കൊടുത്താണെങ്കിലും സാമ്പത്തികമായി സഹായിച്ചവരാണെങ്കിലും അതൊക്കെ രേണുവിനോടും സുധിയോടുമുള്ള സ്നേഹം കൊണ്ട് ചെയ്തവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ വിമർശിക്കാൻ അവകാശമുണ്ടാകാം. പക്ഷേ അത് ഏതറ്റം വരെ വിമർശിക്കാം എന്നൊക്കെ ഉള്ളത് അത് ഒരു വലിയ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് ലൈവിൽ രേണു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.